നമസ്കാരം. എനിക്ക് എന്താണെന്നുള്ള ഒരു വിഷയം പരിചയപ്പെടുത്തുകയാണ്. എനർജി ഇവിടെ നിൽക്കുന്നു നമ്മുടെ ഉള്ളിൽ. ഞാൻ മനസ്സല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല എന്നുള്ള തോന്നൽ നമ്മിൽ വന്നു ചേരുമ്പോൾ, എപ്പോഴാണോ നിങ്ങൾ എനർജി കോൺഷ്യസ്നസ് ആണെന്ന് ആയിത്തീരുമ്പോൾ, നിങ്ങൾ ഏത് ജീവൻ്റെ സമീപത്താണോ സമീപിക്കുന്നത് അതിന് നിങ്ങളുടെ എനർജി കോൺഷ്യസുമായിട്ട് സംവേദിക്കാനുള്ള സംവേദനക്ഷമതയുണ്ട്. അതുകൊണ്ടാണ് കേടുവന്ന ഒരു ചെടിയുടെ അടുത്ത് വന്നു നിന്നപ്പോൾ അത് ദ്രുതഗതിയിലത് ആ പ്രസൻസ്, എനർജി കോൺഷ്യസ്നെസ്സിൻ്റെ പ്രസൻസ്, റേക്കിയുടെ പ്രസൻസ് പെട്ടെന്ന് അതിന് ഫീൽ ചെയ്തു. ഇതേ രീതിയിൽ തന്നെയാണ് ഒരു രോഗി ഒരു ഹീലറുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ എനർജി കോൺഷ്യസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംജാതമാകുന്നത്. തത്സമയം കൈയിലൂടെയോ കൈവെള്ളകളിലൂടെയോ ചക്രങ്ങളിലൂടെയോ ഓറയിലൂടെയോ എനർജി കോൺഷ്യസുമായി സംവാദത്തിലേർപ്പെടും. അങ്ങനെ സൗഖ്യം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രോഗി ഈ എനർജി കോൺഷ്യസുമായി നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രോഗമുള്ള ഒരു ചെടി നമ്മൾ ഊർജ്ജവൽക്കരിക്കപ്പെട്ട ദേഹവുമായി റേക്കിയുമായി അടുത്ത് വന്നപ്പോൾ അതിനുണ്ടായിട്ടുള്ള ഒരു ഇന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആനന്ദം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനിർവചനീയമാണ്. റേക്കിയുടെ ആ പ്രവാഹം സ്വാംശീകരിച്ചെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ചെടിയുടെ ഈ എനർജി കോൺഷ്യസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കും അതുപോലെ തന്നെയാണ് തോന്നിയത്. ആ ചെടിയുമായിട്ട് സംവദിക്കുമ്പോൾ വളരെയേറെ ഒരു ജെൻറ്റിൽ ബ്രീസ് പെട്ടെന്ന് അവിടെ റൈസ് ചെയ്യുകയും ഇപ്പോഴും അതിൻ്റെ ആ ഒരു പ്രവാഹം സ്വാംശീകരിച്ച് എടുക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഓരോ ചെടിയുടെയും സമീപത്ത് രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഓറയിൽ കൈവയ്ക്കുമ്പോൾ അതിങ്ങനെ ഡാൻസ് ചെയ്യാൻ തരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്ക്.